വിശുദ്ധിയുടെയും പുണ്യത്തിന്റെയും ഒരു നോമ്പ് നാളുകൾ കൂടി സമാഗതമായിരിക്കുകയാണ്. മനുഷ്യന് നഷ്ടമായി പോയ പറുദീസാ ജീവിതത്തിലേക്ക് അവനെ തിരികെ എത്തിക്കുവാനുള്ള സാധ്യതകളുടെ ഒരു മാർഗം കൂടിയാണ് പരിശുദ്ധ നോമ്പ്. നോമ്പിന്റെ ആദ്യ ദിനത്തിലെ സന്ധിയുടെ ഇനിയോനോയിൽ ഇങ്ങനെ പാടുന്നുണ്ട്: പൂർവികം അവകാശം നാം പ്രാപിച്ചിടുവാൻ നമ്മുടെ രക്ഷകനി നോമ്പിനെ ആയുധമായി നൽകി. നോമ്പ് തുറന്നു നൽകുന്നത് വിശാലതയിലേക്കുള്ള സാധ്യതകളുടെ ഒരു വാതിലാണ്. അതുകൊണ്ട് തന്നെ പിതാക്കന്മാര് നോമ്പിനെ ഒരു വാതിൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വലിയ നോമ്പ് ദിനങ്ങളിലെ ഏവൻഗേലിയോന് മുമ്പുള്ള ഫെദ്ഗോമകളിൽ ഒന്ന് ഇങ്ങനെയാണ്: കാണുവിൻ, ഇത് കർത്താവിൻ വാതിൽ, ഊകുമകം നീതിപരന്മാർ അതിലൂടെ. 118 സങ്കീർത്തനം 20 വാക്യത്തെ ആസ്പദമാക്കിയാണ് പിതാക്കന്മാര് ഈ ഫെദ്ഗോമോ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ വാതില് ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. മോശ, ഏലിയാവ് മുതലായ പിതാക്കന്മാരെല്ലാവരും ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ച വാതില് പരിശുദ്ധ നോമ്പാണ്. നമ്മുടെ കർത്താവും തന്റെ മനുഷ്യാവതാര കാലത്ത് 40 ദിവസത്തെ നോമ്പിലൂടെ ഈ സാധ്യതകളുടെ വാതില് നമുക്ക് മുമ്പിൽ തുറന്നു നൽകി. ആദം ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടമാക്കി കളഞ്ഞ ആ പറുദീസാ ജീവിതത്തിലേക്ക്, ആ നിത്യമായ വാസത്തിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുവാൻ തക്കതായ സാധ്യതകളെ തുറന്നു നൽകുന്ന ഒരു വാതിൽ കൂടിയാണ് പരിശുദ്ധ നോമ്പ്. നമുക്കും ആ നോമ്പാകുന്ന വാതിലിലൂടെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാം. അതിലൂടെ നിത്യമായൊരു വാസത്തിന് തയ്യാറെടുക്കാം.